നമസ്കാരം, അമൃതാണ്. ദ റൈസ് ഓഫ് എ ന്യൂ സൂപ്പർ ഹീറോ എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ണി മുകുന്ദനെ പറയാം. കാരണം അത്രയ്ക്ക് അദ്ദേഹം ഈ മൂവിക്കകത്ത് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് പബ്ലിക്കിന്റെ ഇടയിൽ ഒരു നല്ല ഇമേജ് ഉണ്ട്. അതിനെ എന്തായാലും കുറെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറിനെ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെ സാധ്യതകൾ, അദ്ദേഹത്തിന്റെ അഭിനയത്തിലായിരുന്നാലും അദ്ദേഹത്തിന്റെ ആ സ്റ്റണ്ട്, ഇതിനകത്ത് അദ്ദേഹം മാരകമായിട്ടാണ്. കോറിയോഗ്രാഫി ഇറ്റ് സെൽഫ് ഇസ് ഗ്രേറ്റ്. പക്ഷെ എങ്കിലും ആ കോറിയോഗ്രാഫിക്ക് അനുസരിച്ചൊരു ആക്ടർക്ക് ഉയരാൻ കഴിയുക. നമ്മൾ ചില സ്റ്റണ്ട്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്കറിയാം, വന്ന് ലാൻഡ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ അറിയാം ഇതേതോ വടത്തിൽ തൂങ്ങിയൊന്ന് ഇറങ്ങിയതാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അവിടെയൊക്കെയാണ് ഒരു ആക്ഷൻ സീക്വൻസ് ചെയ്യുന്ന സമയത്ത് ഒരു ആക്ടർ ഇടുന്ന എഫേർട്ട്, അദ്ദേഹം ഇതിനകത്ത് ഇട്ടിരിക്കുന്ന എഫേർട്ടാണ് ശരിക്കും ഈ മൂവി ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ്. ഈവൻ തിരക്കഥ പോലും എനിക്ക് പലയിടത്തും ഫ്ലാറ്റ് ആയിട്ടും പല പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ എങ്കിലും അതിനൊക്കെ ഓവർകം ചെയ്യുന്ന ഒരു അൾട്ടിമേറ്റ് പെർഫോമൻസ്, ഒരു മേക്കിങ്ങും അൾട്ടിമേറ്റ്ലി ഉണ്ണി മുകുന്ദന്റെ പെർഫോമൻസും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് മറ്റ് അപാകതകളൊന്നും നമ്മുടെ മനസ്സിലേ വരുന്നില്ല. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കളർ ടോൺ നമ്മുടെ KGF-ലൊക്കെ കണ്ട പോലുള്ളൊരു കളർ ടോൺ ആണ്. എന്നാൽ KGF-നെ പോലുള്ള ഒരു സ്കെയിലിംഗിലല്ല ഇത് ചെയ്തിരിക്കുന്നത്. ഈ ക്ലോസപ്പ് ഷോട്ട്സ് ഒക്കെ വയ്ക്കുമ്പോഴത്തേക്കും ഒരു ആംഗിൾ തിരിച്ചുള്ള ക്ലോസപ്പ് ഷോട്ടുകളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത്, അപ്പോൾ ഒരു സൈഡ് ബ്ലേഡ് ആയിരുന്ന, അല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ ബ്ലേഡ് ആയിരുന്നാൽ പോലും ഓവറോൾ ആ ഒരു കളർ ടോൺ ആയിരുന്നാലും സ്റ്റോറി ടെൽ ചെയ്തിരിക്കുന്ന ഒരു രീതി ആയിരുന്നാലും മേക്കിങ്ങിൽ തന്നെ ഒരു ഭീകരത ഉണ്ടാക്കുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് ഇതിന്റെ മേക്കേഴ്സിനെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. കാരണം ബഡ്ജറ്റ് ഇപ്പൊ നമുക്ക് KGF പോലുള്ള ഒരു സ്കെയിൽ ബഡ്ജറ്റ് ഒന്നും അല്ല, അത് നമുക്ക് കാണുമ്പോൾ അറിയാം. പക്ഷെ എങ്കിലും ഉള്ള ബഡ്ജറ്റിനെ ഇവർ വൈസ്ലി യൂട്ടിലൈസ് ചെയ്യുന്നത്. അത് മലയാളം ഇൻഡസ്ട്രിയിൽ ഉള്ള ടെക്നീഷ്യൻസിന്റെ ഒരു അപാരമായ ഒരു സ്കില്ല് തന്നെയാണ്. ലിമിറ്റ്സിൽ നിർത്തിക്കൊണ്ട് അതിന്റെ മാക്സിമം പെർഫെക്ഷനിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ഗംഭീരത തന്നെയാണ്. അത് ഇതിന്റെ മേക്കേഴ്സ് എന്നുള്ള നിലയിൽ ഇതിന്റെ ഡയറക്ടർ ആയിരുന്നാലും ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടീം ഉണ്ടല്ലോ, ആ ഒരു ടീം എഫേർട്ടാണ്. ആ ഒരു ഈച്ച് ആൻഡ് എവറി ടെക്നീഷ്യൻ നീഡ്സ് ആൻ അപ്രിസിയേഷൻ ഐ ഫീൽ. പിന്നെ ഇതൊരു ഡാർക്ക് ഷെയ്ഡ് ആണ്, ഇനി സർട്ടിഫിക്കറ്റ് തന്നെ A ആണ്. അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഇവരെന്താണോ ഡെലിവർ ചെയ്യാൻ പോണെന്നുള്ളത് ആദ്യം മുതൽ, ഇതിന്റെ പ്രൊഡക്ഷൻ തുടങ്ങുന്ന സമയം മുതൽ തന്നെ ഇതിന്റെ ഓരോരോ കൊച്ചു കാര്യങ്ങൾ അൺവെയിൽ ചെയ്ത് പോയിരുന്നു. അതെല്ലാം കൃത്യമായിട്ടാണ്, ഒരു മാറ്റങ്ങളും ഇല്ല. അവർ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊരു ഡാർക്കാണ്, കില്ല് പോലത്തെ ഒരു മൂവിയാണെന്നുള്ളത് എല്ലാം റിവീൽ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ മൂവി വന്നിരിക്കുന്നത്. സോ അതും ഇതിന്റെ പ്രൊഡക്ഷൻ ടീം കാണിച്ച ഒരു ധൈര്യമാണ്. സോ ദാറ്റ് ഓൾസോ നീഡ്സ് ആൻ അപ്രീസിയേഷൻ. പിന്നെ ഇതിനകത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ സീനും അങ്ങോട്ട് ലിഫ്റ്റ് ആവുന്ന മ്യൂസിക് സ്കോർ. നമ്മൾ KGF കണ്ടപ്പോഴാണ്, ഞാൻ ശരിക്കും KGF തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളല്ല, പക്ഷേ KGF കണ്ടപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. രവി ബാസ്രൂർ എന്ന് പറയുന്ന മ്യൂസിഷ്യൻ, അദ്ദേഹം ചെയ്യുന്ന സ്കോറിന്റെ ഒരു ലെവൽ, അപ്പൊ അതായിരുന്നു KGF-ന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. എന്നാൽ എവറിത്തിങ് വെന്റ് വെൽ ഇൻ KGF. പക്ഷെ ഇതിൽ ആ രവി ബാസ്രൂർ തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നതിന്റെ ഒരു എഫക്റ്റ്, അതും ഇതിന്റെ സിനിമാറ്റോഗ്രാഫിയും ഉണ്ണി മുകുന്ദന്റെ പെർഫോമൻസും ഇതിനകത്തുള്ള റോ കില്ലിങ്സും എക്സ്ട്രീം റോ ആണ്. ഇതിൽ VFX ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഭയങ്കര ഭീകരത ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് അവരത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ രവി ബാസ്രൂറിന്റെ സംഗീതത്തോടൊപ്പം തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ തിയേറ്ററിൽ ആ ഒരു സൗണ്ട് എക്സ്പീരിയൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സൗണ്ട് എഞ്ചിനീയറിംഗ് ഗ്രേറ്റ്. അത് പിന്നെ അൾട്ടിമേറ്റ് രാജകൃഷ്ണനൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആ ഓരോരോ സീനും അങ്ങോട്ട് മ്യൂസിക് വൈസ്, അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങനെ എലിവേറ്റ് ചെയ്യുന്നതിലായിരുന്നാലും ആ സീനിനെ എലിവേറ്റ് ചെയ്യുന്നതായാലും തിയേറ്ററിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഭയങ്കരമാണ്. പിന്നെ നല്ലൊരു ക്രൗഡിന്റെ കൂടെ ഒരുപാട് നാളൊക്കെ ശേഷമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം രുദ്രം കാണാൻ പോയപ്പോൾ ടിക്കറ്റ് തന്നെങ്കിലും അവർക്ക് പ്ലേ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഫസ്റ്റ് ഡേ ആണ് ഞാൻ പറയുന്നത്. അപ്പൊ അത്തരത്തിൽ തിയേറ്റർ വളരെ മോശമായിട്ട് റൺ ചെയ്യുന്ന ഒരു അവസ്ഥ ഇന്നുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് ഫുൾ തിയേറ്റർ ഭയങ്കര ഓളവും ബഹളമായിട്ട് വർക്കല SR-ൽ ആണ് ഞാൻ കണ്ടത്. അത് ഗംഭീര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു വൈബുള്ള ഒരു ടീമിന്റെ കൂടെ ഒക്കെ ഇരുന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ എലിവേറ്റഡ് ആവും. പിന്നെ ഈ മൂവിക്കകത്ത് ഞാൻ ശരിക്കും നെഗറ്റീവായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്യാരക്ടറിനെ എങ്ങനെ ബിൽഡപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ വെറുതെ വയലൻസ് കാണിക്കാൻ വേണ്ടിയിട്ടൊരു സിനിമ എന്നുള്ളതായിരുന്നു ഞാൻ സംശയിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഈ ക്യാരക്ടറിനെ ബിൽഡപ്പ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു ഫോമാറ്റ് ഉണ്ട്. ആ ഇൻട്രോ സീനൊക്കെ ഗംഭീരമാണ്. അപ്പൊ അങ്ങനെ ബിൽഡപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഓരോരോ വയലൻസിന്റെ ആ ഒരു വൾഗാരിറ്റിയിൽ എത്തുമ്പോഴും നമ്മളെ കൺവിൻസ്ഡ് ആക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കില്ല് എടുത്തു കഴിഞ്ഞാൽ കില്ലിന് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് ആണ്. അപ്പൊ NSG എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവർ എന്താണ് റിയൽ ടൈമിൽ ചെയ്യുന്നത് അത് തന്നെയാണ് ആ മൂവിക്കകത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മളെ പൂർണ്ണമായിട്ട് കൺവിൻസ്ഡ് ആക്കും. എത്രയൊക്കെ അതിനകത്ത് വയലൻസ് കാണിച്ചാലും ട്രെയിൻ ടു ഡു ദാറ്റ് എന്നുള്ളൊരു ഫീൽ നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ മൂവി എത്രത്തോളം ഇതിന്റെ വയലൻസിനെ കൺവിൻസ് ചെയ്യുമെന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. ബട്ട് അൾട്ടിമേറ്റ്ലി ആ ഒരു ക്യാരക്ടറിനെ ബിൽഡപ്പ് ചെയ്ത രീതിയായിരുന്നാലും എൻറ്റയർ ആ ഒരു സെനാരിയോ, അതായത് ഇത് മറ്റേ ഗോൾഡ് ബിസിനസ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും അപ്പം എൻറ്റയർലി ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്. ആ ഡാർക്ക് ഷെയ്ഡിൽ ആ ഒരു കഥാപാത്രത്തിനെ അങ്ങനെ ബിൽഡപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് തന്നെ, അതായത് വെറുതെ വയലൻസ് അല്ല, കൺവിൻസിങ് ആക്കുന്ന രീതിയിലാണ് വയലൻസ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു നല്ല വേഴ്സറ്റൈൽ ആക്ടറായിട്ട് ഉണ്ണി മുകുന്ദൻ അങ്ങനെ മാറി മാറി വരുന്നു. അതായത് പലതരത്തിലുള്ള കഥാപാത്രങ്ങളെ ചെയ്യാൻ കഴിവുള്ള
ഒരു യങ് സൂപ്പർ സ്റ്റാർ എന്നുള്ള നിലയിൽ ഉണ്ണിമുകുന്ദന് ഭാവിയിൽ നല്ലൊരു സ്കോപ്പ് കാണുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു മുഖം കണ്ട നമ്മുടെ ഒലിവ് റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണ്. അദ്ദേഹത്തിനെ ഞാൻ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴൊക്കെ മീറ്റ് ചെയ്തിട്ടുള്ളൊരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യനാണ്. പല സിനിമകളിലും ഇങ്ങനെ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഉണ്ണിമുകുന്ദൻ്റെ വളരെ അടുത്ത വലങ്കൈ ആയിട്ടുള്ള ഒരു ആളാണ്. ആ വലങ്കൈയുടെ ഇടങ്കൈ എന്ന് പറയുന്നില്ല. എന്നാലും അദ്ദേഹത്തിന് വലിയൊരു ക്യാരക്ടർ റോളൊന്നുമല്ല, പക്ഷേങ്കിൽ അദ്ദേഹം ചെയ്ത ക്യാരക്ടർ നല്ല വൃത്തിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ സിനിമ എനിക്കൊരു നല്ല തിയേറ്റർ വാച്ച് ആയിരുന്നു. ഔട്ട് ഓഫ് 10 ഞാൻ IMDbയിലും മൂവി ബുക്കിങ്ങിലും 10 തന്നെ റേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് റൈഫിൾ ക്ലബ്ബ് ഇന്നലെ കണ്ടിരുന്നു. അതിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.